ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഉപദേശം മറക്കും, യേശുവിനെ മറക്കും, മറിച്ചും പറയും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ്, ഞങ്ങളാകട്ടെ ദൈവത്തിന്റെ ദൂതനാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത്. അതിന് അങ്ങനെ പറഞ്ഞ അപ്പൊ ഇപ്പൊ ആ തീഷ്ണതയിൽ ഇങ്ങനെ പറഞ്ഞു. പൗലോസ് ഇല്യൂര്യ ദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് മറിച്ച് പറഞ്ഞിരിക്കും അവരബദ്ധം പറ്റിയതാണ്. അന്നത്തെ ആ ചിന്ത, അന്നത്തെ ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് അങ്ങനല്ല എന്നുള്ളതാണ്. അങ്ങനെ മറിച്ച് പറയും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മാറ്റമില്ല എന്നുള്ളതാണ്. അവന് ഉവ് എന്ന് തന്നെ. അടുത്ത വാക്യം വായിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവന് ഉവ് എന്ന് തന്നെ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവന് ആമേൻ. നമ്മള് ദൈവം ഉവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയണം? അതിനെന്തോ പറയണം? പറഞ്ഞേ. ആമേൻ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയണം? ആമേൻ. എന്താണ് ഈ ഉവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? കർത്താവേ, എൻ്റെ മകളെ അനുഗ്രഹിക്കണം. കർത്താവ് പറഞ്ഞു ഉവ്, ഞാൻ അനുഗ്രഹിക്കും. അപ്പം ഉവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആമേൻ എന്ന് പറയണം. കർത്താവേ, ഇന്നത്തെ ആഹാരത്തിന്റെ വിഷയം പരിഹരിച്ചു തരണം, കടം അതിന്റെ വിഷയങ്ങൾ പരിഹരിച്ചു തരണം. കർത്താവ് ഉവ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആമേൻ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എത്ര സിമ്പിളാണ് കാര്യങ്ങൾ എന്നറിയാമോ? നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് ഉവ് എന്നേ പറയുള്ളൂ. അവൻ ഉവ് എന്ന് പറയുമ്പോൾ നാം ആമേൻ പറയണം. അപ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമെന്നാണ്. ഞങ്ങൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറ് ആമേൻ എന്ന് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ആമേൻ പറയണം. അടുത്ത പൗലോസ് പറഞ്ഞിരിക്കുന്നത് വളരെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വർദ്ധിക്കുമാറ്. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം കൂടി ഞാൻ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ന്റെ 15-ാം വാക്യം. കൃപ പലരും പെരുകിയിട്ട് ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അപ്പോ ദൈവകൃപ വർദ്ധിച്ചാൽ എന്താ ഉണ്ടാകണം? സ്തോത്രം വർദ്ധിക്കണം. സ്തോത്രം പറയുന്നത് നമ്മൾ വളരെ ലാഘവമായിട്ട് എന്തിനും നമ്മൾ സ്തോത്രം പറയും. കാലിൽ തട്ടിയ സ്തോത്രം, എന്തെങ്കിലും കിട്ടിയ സ്തോത്രം, കിട്ടിയില്ലെങ്കിലും സ്തോത്രം, ഒരുപാട് സ്തോത്രം പറയും. ഈ കൃപ പെരുകുന്നത് സ്തോത്രം വർദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആ സ്തോത്രത്തിന് വലിയ വില കൽപ്പിക്കാറില്ല എന്നാണ്. ഒരു വാക്യം കൂടി വായിക്കുമ്പോൾ നമുക്കത് അതിന് വ്യക്തമാകും. 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 9-ാം അധ്യായം 12-ാം വാക്യം. ഈ നടക്കുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുമാറ് അത് കാരണമാകും. ഈ ധർമ്മശേഖരം ആയിട്ട് വായിക്കുമ്പോൾ പറഞ്ഞു തീരാത്ത, അത് ആ വാക്യം അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്നാണ്. അപ്പൊ ഈ ധർമ്മശേഖരം നടത്തുന്നത് എന്തിനാണ്? ഞാൻ കൊടുക്കുന്നു, പൗലോസ് വാങ്ങുന്നു. ഞാൻ സ്തോത്രം പറഞ്ഞു കൊടുക്കുന്നു, പൗലോസ് സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുന്നു. അത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. ക്ഷീണിച്ച് ഈ എന്താ പറയുക, ദാരിദ്ര്യാവസ്ഥയിലിരിക്കുന്ന വിശുദ്ധന്മാർക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തോ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ സ്തോത്രം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വേദോസ്തലത്തിൽ റോമാലേഖനത്തിൽ വായിക്കുന്നത്, അങ്ങാടിയിൽ കിട്ടുന്നത് എന്തും ഭക്ഷിക്കാം, പക്ഷെ അത് സ്തോത്രത്തോട് ഉപയോഗിക്കാം. സ്തോത്രം പറഞ്ഞാൽ അത് വിശുദ്ധീകരിക്കപ്പെടുമെന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്തോത്രം പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കുമെന്ന്? ശുദ്ധമായി തീരുമോ? സ്തോത്രത്തിന് അത്ര ശക്തി ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ചൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങൾ എന്നോട് ചേർന്ന് സ്തോത്രം പറയണം.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.